നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. പൊതുവെ ദുർബലരായ കോസ്റ്റാറിക്ക ബ്രസീലിനെ ഗോൾ രഹിത സമനിലയിൽ തളക്കുകയായിരുന്നു. മത്സരത്തിൽ ബ്രസീൽ തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയത്. പക്ഷേ ഗോൾ അടിക്കാനായില്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. മത്സരത്തിൽ ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നത് റോഡ്രിഗോയായിരുന്നു. ബാക്കിയുള്ള താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരൽപ്പം ഭേദപ്പെട്ട പ്രകടനം റോഡ്രിഗോയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അത്ര ഒരു വലിയ മികവിലേക്കൊന്നും ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ സമനില വഴങ്ങിയതിന് പിന്നാലെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. വളരെയധികം കയ്പേറിയ ഒരു അനുഭവമായിരുന്നു എന്നാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ ഞങ്ങൾക്ക് സമനില വഴങ്ങേണ്ടി വന്നു. കയ്പേറിയ അനുഭവമായിരുന്നു ഇത്. ഞങ്ങൾ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങി. ഞങ്ങൾ ഇപ്പോൾ തന്നെ പുരോഗതി പ്രാപിക്കാൻ ഇവോൾവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇതാണ് ഇപ്പോൾ റോഡ്രിഗോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത്. ഏതായാലും ബ്രസീലിൻ്റെ അടുത്ത മത്സരം പരാഗ്വെക്കെതിരെയാണ്. വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ബ്രസീലിന് വിജയം നിർബന്ധമാണ്. മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.